നോക്കാം. നഗരസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ നഗരസഭ പിടിക്കാൻ മുരളീധരൻ അച്ഛൻ കരുണാകരൻ വന്നാലും പാലക്കാട് നഗരസഭ പിടിക്കാൻ പറ്റൂല. അടിമുടി ഒരു പരിശോധന ആവശ്യമില്ല. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അത് നിങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഈ ശോഭാ സുരേന്ദ്രൻ വന്ന പുഷ്പം പോലെ ജയിക്കുമെന്നായിരുന്നു താങ്കൾ ആദ്യം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. ഇപ്പൊ പൊരുതി ജയിക്കും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പൊരുതി ജയിക്കുന്നത്. അതിനെ പരിശോധിക്കും. ട്രാക്ടർ റാലി നടത്തി, കർഷകർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തി, വലിയ പോരാട്ടം നടത്തി, നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അടൽ ബിഹാരി വാജ്പേയി ഗോളിയോട് 5 ഷോട്ടിൽ തോറ്റ പാർട്ടിയാണ്. 84 2 സീറ്റുള്ള പാർട്ടിയായിരുന്നു BJP. ഇന്ന് ഇന്ത്യ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളും ഈ രാജ്യസഭയും ലോകസഭയും വൻ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ്. ഈ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. നമ്മൾ പ്രതീക്ഷിച്ചില്ല. പരിശോധിക്കും. കോൺഗ്രസ് അടിയൊഴുക്കുകൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അടിയൊഴുക്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരു അടിയൊഴുക്കുള്ള BJPക്കുള്ള വോട്ട് BJPക്ക് കിട്ടി. BJP വോട്ട് CPM പോയിട്ടുണ്ടോ? CPM വോട്ട് BJP വന്നിട്ടുണ്ടോ ആലോചിക്കാം. കൂടുതലല്ലേ വരണ്ട? അല്ലേ ഈ വോട്ട് ചെയ്ത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത് എനിക്കറിയാം. ആളുകളെ മനസ്സിലാക്കുന്നതിൽ എന്തോ വീഴ്ച പറ്റിയെന്നല്ലേ ഈ വോട്ട് റിസൾട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിവരാജൻ BJPയുടെ ദേശീയ കൗൺസിൽ അംഗം സംസാരിക്കുകയാണ്. ഈ C. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിയോട് വിയോജിച്ചു എന്നതുകൊണ്ട് തന്നെ വാർത്തയിൽ ഇടം പിടിക്കുകയും ശ്രദ്ധേയനാവുകയും ചെയ്തതാണ് അദ്ദേഹം. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാലാണ് അവിടെ വിജയിക്കാൻ കഴിയുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല. ഇന്നിപ്പോൾ അദ്ദേഹം BJPയുടെ പരാജയം അത്ര വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു.